ഹലോ ഗായ്സ്, നമുക്കിന്ന് വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ആദ്യം തന്നെ നമ്മൾ രാവിലെ തന്നെ എണീച്ച് കണി കാണും. ഇന്നലെ തന്നെ കണിയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും രാവിലെ എണീച്ച് ഇങ്ങനെ കണി കാണുമ്പോൾ എന്തോ പുതിയൊരു സംഭവം കണ്ട ഒരു ഫീലാണ്. അടിപൊളിയാണ്. അത് കഴിഞ്ഞ് വിഷുവിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്, അതെ, നമ്മുടെ കൈനീട്ടം വാങ്ങലും കൊടുക്കലും. അതെന്തായാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കലും വാങ്ങലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ തറവാട്ടേക്ക് വിടും. അപ്പോഴേക്കും ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടാകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഇതേപോലെ തന്നെ കൈനീട്ടം വാങ്ങലും കൊടുക്കലും തിരക്കിലാണ് എല്ലാവരും. കുട്ടികൾക്കെന്നല്ല വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ കൈനീട്ടം കൊടുക്കലും വാങ്ങലൊക്കെ. ഈ സച്ചുവിന് കൈനീട്ടം കൊടുക്കുമ്പോൾ ബാക്കിൽ തന്നെ മേമ നിന്ന് നിൽക്കുന്നുണ്ട്. പതുക്കെ മാറ്റാൻ വേണ്ടി ഓൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് തന്നെ. ഈ അമ്മ കിടന്ന് ഉറങ്ങണം. അമ്മന് കൈനീട്ടം കൊടുക്കുമ്പോൾ കണ്ണടച്ചിട്ടാണെങ്കിലും മൂപ്പരത്തികൾ അത് വാങ്ങി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2-3 പടക്കൊക്കെ പൊട്ടിച്ചു. പടക്കൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇതെന്താണ്, പീക്കോക്ക് ബോംബോ അങ്ങനെ എന്തോ. എന്തായാലും മയിൽ പീലി വിടർത്തനെ പോലെ 3 സൈഡിക്കും ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങി. സത്യം പറഞ്ഞാൽ വിഷുവായിട്ട് കിടന്നുറങ്ങാനൊന്നും പാടില്ല. എന്നാലും കുറച്ച് വയ്യ, തലയൊക്കെ വേദനിച്ചു തീരെ വയ്യാത്തതുകൊണ്ടൊന്ന് കുറച്ച് ഞാൻ കിടന്നുറങ്ങിപ്പോയിട്ട്. അത് കഴിഞ്ഞ് എണീച്ചതേ കുളിച്ച് റെഡിയായി സിറ്റുമെൻ്റൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളിതാ 2 കണ്ണന്മാരെ കിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്മുവിനെയും സച്ചുവിനെയും കണ്ണം കിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെയും 2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും തറവാട്ടിൽ നിന്ന് വിളിച്ചു. അവിടെ വെച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. താഴത്ത് മച്ചിലും മേലെയും അവിടെ വെച്ചുകൊടുക്കാറുണ്ട്. ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി ഇലകളൊക്കെ വെച്ച് അവിടെ നിന്ന് അങ്ങനെ മച്ചിലൊക്കെ കൊടുന്ന് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക. അച്ഛനാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്, വെച്ചുകൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ. അതൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കായിരുന്നു. ഭക്ഷണം കഴിക്കൽ എല്ലാവരും പാടെ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ് അല്ലേ. ദേ അച്ഛനും ചെറിയച്ഛനും ഒക്കെ അച്ഛമ്മയ്ക്ക് വായ കൊടുക്കുന്നുണ്ട്. സാധാരണ അച്ഛമ്മയുടെ ഇലയെന്നാണ് ഓരോ പങ്ക് എല്ലാവർക്കും കിട്ടാറ്. ഇപ്രാവശ്യം അച്ഛമ്മയ്ക്കും ഓരോ പങ്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ഏറ്റവും അടിപൊളിയുള്ള സംഭവമാണെങ്കിൽ എല്ലാവരും കൂടി വട്ടളഞ്ഞിരുന്ന് വർത്തനം പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ വർത്തനമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും പട്ടിശ്ശേരിക്ക് വിടും. അവിടെ പോയി കഴിഞ്ഞ് ഇതന്നെയാണ് സംഭവം. കൈനീട്ടം വാങ്ങലും കൊടുക്കലാണ് ആദ്യത്തെ സംഭവം. അത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ എന്താണോ അതും അകത്താക്കി നേരെ പോത്തിനും പടക്കും കത്തിക്കാനൊക്കെ നിൽക്കും. അങ്ങനെ പോത്തിനും പടക്കും കത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിഷു അവസാനിച്ചെന്ന് പറയാം. എന്താ അല്ലേ.